ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ടോപ്പിക്കാണ്. നമ്മളിപ്പം ഇന്റേണൽ സ്ട്രക്ചർ പറഞ്ഞല്ലോ, ഇന്റേണൽ സ്ട്രക്ചർ പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് റാമും റോമും സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഡയഗ്രത്തിൽ കണ്ടു കാണാം. അപ്പം ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു പ്രോസസ്സർ ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്, റാമും റോമും ഉണ്ട്. ഓക്കെ, അപ്പം ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ ഒരു പ്രോസസ്സർ ഉണ്ടാവും, മെമ്മറി യൂണിറ്റ് ഉണ്ടാവും, ഇൻപുട്ട് ഔട്ട്പുട്ട് പെരിഫറൽസ് ഉണ്ടാവും. ഇവർ തമ്മിൽ ഡേറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യും. മെമ്മറിയും പ്രോസസ്സറും തമ്മിലും ട്രാൻസ്മിഷൻ നടക്കും. ഇതിനകത്ത് മെമ്മറി തന്നെ, ഇതാണ് ബേസിക് ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. പക്ഷെ ഈ മെമ്മറി തന്നെ രണ്ടെണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്തൊക്കെയാ? റാം ഉണ്ട്, റോം ഉണ്ട്. ഓക്കെ, ഇതൊരു സിംഗിൾ മെമ്മറി ആണ് സ്റ്റോർ ചെയ്യുന്നത്. സിംഗിൾ ലൊക്കേഷനിലാണ് റാമും റോമും സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോസസ്സിങ് വരുന്നത് ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടാണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടല്ല, നമ്മൾ റാമും റോമും കൊടുത്തിരിക്കുന്നത് ഡിഫറെന്റ് ലൊക്കേഷൻസിലായിട്ടാണെങ്കിൽ അതിന്റെ പ്രോസസ്സിങ്ങും ഡിഫറൻസ് ഉണ്ട്. അപ്പം അതാണ് ബേസിക്കലി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പ് എനിക്ക് നിങ്ങൾക്ക് ഒരു ചെറിയ എക്സാമ്പിൾ പറയാനുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്, യുവർ ഹൗസ്, നിങ്ങളുടെ വീടെന്ന് പറയുന്നത് ഒരു ഫ്രണ്ടിൽ ഒരു നാരോ ലെയിൻ ഉണ്ടെന്ന് വിചാരിക്കാം. നാരോ ആണേ. അപ്പൊ ഒരു ഫുഡ് ഡെലിവറിയുടെ ആളും വന്നിട്ടുണ്ട്, ഡെലിവറി ചെയ്യാനുള്ള ആളും വന്നിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റും ഉണ്ട്. ഓക്കെ, ഫുഡ് ഡെലിവറിയുടെ ആള് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വഴി മാത്രമേ വീട്ടിലോട്ടുള്ളൂ. ഫുഡ് ഡെലിവറിയുടെ ആള് പോയി കഴിഞ്ഞാൽ പുള്ളി തിരിച്ചു വരുന്നവരെ ഗസ്റ്റ് വെയിറ്റ് ചെയ്യണം. പുള്ളിക്ക് അതുവഴി പാസ് ചെയ്യാൻ പറ്റില്ല. ഇനി അപ്പൊ എന്ത് പറ്റും? സ്ലോവർ ആവുമല്ലോ. ലെയിൻ ചെറുതായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് 2 ലെയിൻ ഉണ്ട് എന്ന് വിചാരിക്കാം, വീട്ടിലോട്ടേ വരാൻ 2 ലെയിൻ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പം എന്ത് പറ്റും? ഗസ്റ്റിന് ഈ വഴി വന്നാൽ മതി. അപ്പം എന്ത് പറ്റും? ഫാസ്റ്റർ ആയിരിക്കും. സെയിം ടൈമിൽ തന്നെ 2 പേർക്കും എത്താൻ പറ്റും. ഇത് ഒരാൾ പോയി കഴിഞ്ഞിട്ടേ, ഫസ്റ്റ് കേസിൽ എന്താണ്, ഫുഡ് ഡെലിവറിയുടെ ആൾ പോയി കഴിഞ്ഞിട്ട് മാത്രമേ ഗസ്റ്റിന് വരാൻ ആ നാരോ ലൈനിലേക്ക് പോകാൻ പറ്റും. ഇതേ സാധനം തന്നെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ബിക്കോസ് 2 ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ ഉണ്ട്. ഓക്കെ, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ തന്നെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആൻഡ് ഹാർവാർഡ് ആർക്കിടെക്ചർ. ഈ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഇസ് ഓൾസോ കോൾഡ് പ്രിൻസ്റ്റൺ ആർക്കിടെക്ചർ. ജസ്റ്റ് നോട്ട് ചെയ്യുക, ഇൻ കേസ് ചോദിച്ചാൽ അറിയാൻ വേണ്ടി. വോൺ ന്യൂമാനകത്ത് നമ്മൾ മെമ്മറി സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ ലൊക്കേഷനിലാണ്. പ്രോഗ്രാം മെമ്മറി ആയ റോമും ഡേറ്റ മെമ്മറി ആയ റാമും സിംഗിൾ ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതിന് ഉള്ള ബസ്സുകളും സിംഗിൾ സെറ്റാണ്. ഡേറ്റ ബസ്സും അഡ്രസ് ബസ്സും സിംഗിൾ സെറ്റാണ്. പക്ഷെ ഹാർവാർഡ് ആർക്കിടെക്ചറിൽ വരുമ്പം സെപ്പറേറ്റ് ആയിട്ടാണ് പ്രോഗ്രാം മെമ്മറിയും ഡേറ്റ മെമ്മറിയും ഉള്ളത്. ഇതേ എക്സാമ്പിൾ ഈ കാര്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാം. ഇപ്പം നിങ്ങളുടെ ഹൗസ് എന്ന് പറയുന്നത് ഏതാണ്? റാമും റോമും ഉള്ളതാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഫുഡ് ഡെലിവറി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒറ്റ ലൈനേ ഉള്ളെങ്കിൽ ഇറ്റ്സ് സ്ലോവർ അല്ലേ? പക്ഷെ 2 സെപ്പറേറ്റ് വഴികളുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ള ലെയിൻസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഈസിയർ, ഫാസ്റ്റർ ആയിരിക്കും. 2 പേർക്കും ഒരേ സമയത്ത് എത്താൻ പറ്റും. അപ്പൊ പ്രോഗ്രാം മെമ്മറിയിൽ നിന്ന് നമുക്ക് ഡേറ്റ എടുക്കുന്ന അഡ്രസ് എടുക്കുന്ന അതേ സമയത്ത് തന്നെ ഡേറ്റ മെമ്മറിയിൽ നിന്ന് ഡേറ്റയും ഫിക്സ് ചെയ്യാൻ പറ്റും ഹാർവാർഡിൽ. പക്ഷെ വോൺ ന്യൂമാനില് അഡ്രസ് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഡേറ്റ ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ ഇതെന്തായിരിക്കും? ഇറ്റ് ഈസ് സ്ലോവർ, പക്ഷെ ഹാർവാർഡിൽ വരുമ്പോൾ ഇറ്റ്സ് ഫാസ്റ്റർ. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള എന്തിനാ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ ബ്ലോക്ക് ഡയഗ്രം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് അതിന്റെ ഡിഫറൻസ് ആണ്. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള ചോദ്യമായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. കണ്ടില്ലായിരുന്നോ? നമ്മൾ നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ അതിന്റെ ഡിഫറൻസ് വോൺ ന്യൂമാനും ഹാർവാർഡ് ആർക്കിടെക്ചർ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിച്ചേക്കുന്നത് കണ്ടായിരുന്നു. അപ്പം ബേസിക്കലി 5 ഫീച്ചേഴ്സ് ആണുള്ളത്. നമുക്ക് നോക്കാം. വോൺ ന്യൂമാൻ വരുമ്പം സിംഗിൾ മെമ്മറി ഫോർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ. ഹാർവാർഡ് ആർക്കിടെക്ചർ വരുമ്പം സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റ മെമ്മറീസ് ആണ്. അതാണ് നമ്മളിവിടെ കണ്ട സെപ്പറേറ്റ് മെമ്മറീസ് ആണ്. പ്രോഗ്രാം മെമ്മറി സെപ്പറേറ്റ് ഉണ്ട്, ഡേറ്റ മെമ്മറി റോം സെപ്പറേറ്റ്, അല്ലെ റാം സെപ്പറേറ്റ് ആണ് ഹാർവാർഡ് ആർക്കിടെക്ചറിൽ വരിക.
വോൺ ന്യൂമാൻ വരുമ്പം പ്രോഗ്രാം മെമ്മറിയും ഡേറ്റ മെമ്മറിയും ഒറ്റ സിംഗിൾ ലൊക്കേഷനിലാണ് വരിക. ഓക്കെ, ബസ്സസ് എന്ന് പറയുന്നത് വൺ ബസ് ഫോർ ബോത്ത് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഇൻ വോൺ ന്യൂമാൻ. ഹാർവേർഡിൽ വരുന്ന സെപ്പറേറ്റ് ബസ്സാണ് ബോത്ത് ഫോർ ഡേറ്റ ബസ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ബസ്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഡേറ്റ ബസ്സും അഡ്രസ് ബസ്സും സെപ്പറേറ്റ് ആണ് റോമിന്, അതേപോലെ റാമിനും ഡേറ്റ അഡ്രസ് ബസ് സെപ്പറേറ്റ് ഉണ്ട്. വോൺ ന്യൂമാൻ വരുമ്പോൾ ഒറ്റ സെറ്റ് ഓഫ് ബസ്സേ ഉള്ളൂ, ഡേറ്റ ബസ് ഒരെണ്ണം, അഡ്രസ് ബസ്സും വേറെ ഒരെണ്ണം. ഓക്കെ, ഇനി സ്പീഡ് ഏതായിരിക്കും കൂടുതൽ? സ്ലോവർ ആണ് വോൺ ന്യൂമാൻ. അത് ഇതാണ് ഇവിടെ പറഞ്ഞ ബോട്ടിലിനൊക്കെ നോക്കി ഒരു ഞെരുക്കമ്മെ ഉദ്ദേശിക്കുന്നു. നമ്മൾ സിംഗിൾ ലൈൻ ആവുമ്പം, നാരോ ലൈൻ ആവുമ്പം എന്താ, ആ ആള് പോയി കഴിഞ്ഞിട്ട് അടുത്ത ആൾക്ക് വരാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ അഡ്രസ്സ് ഫെച്ച് ചെയ്യാൻ പറ്റും, ആ അഡ്രസ്സ് ഫെച്ച് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നിട്ടേ ഡേറ്റ ബസ് പോകാൻ പറ്റും, ഡേറ്റ ബസ്സിൽ കൂടെ ഡേറ്റ ഫെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഹാർവേഡ് വരുമ്പോൾ അഡ്രസ്സ് പിക്ക് ചെയ്യാൻ പോയി, അഡ്രസ്സിലുള്ള ഡേറ്റ പിക്ക് ചെയ്യാൻ പോയി, അത് കഴിഞ്ഞ് അഡ്രസ്സ് പിക്ക് ചെയ്യുന്നതും എല്ലാം ഒരേ സമയത്ത് നടക്കും ഹാർവേഡിൽ. രണ്ട് ബസ് ഉണ്ടായതുകൊണ്ട്, രണ്ട് ലൊക്കേഷൻ ആയതുകൊണ്ട്. ഓക്കെ, ഇനി ഫാസ്റ്റർ ആയിരിക്കും, പാരലൽ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ആക്സസ് വരും. ഹാർഡ്വെയർ കോംപ്ലക്സിറ്റി വരുമ്പം വോൺ ന്യൂമാൻ സിമ്പിളർ ആണ്, ചീപ്പർ ആണ്. ഒരു സെറ്റ് ഓഫ് ബസ് മതി, ഒറ്റ മെമ്മറി മതി. പക്ഷെ ഹാർവേഡ് വരുമ്പോൾ അങ്ങനെയല്ല, ഇച്ചിരി കൂടെ കോംപ്ലക്സ് ആണ്, ഇച്ചിരി കൂടെ എക്സ്പെൻസീവും ആയിരിക്കും. ആൻഡ് യൂസേജ് വരുന്നത് നമ്മുടെ ലാപ്ടോപ്സിലും പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിലും ഒക്കെ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആണ്. ഹാർവേഡ് ആർക്കിടെക്ചർ വരുന്നത് നമ്മുടെ മൈക്രോ കൺട്രോളേഴ്സ് ആണ്. 805 ആണ് ഹാർവേഡ് ആർക്കിടെക്ചർ ആണ്. ഓക്കെ, പിന്നെ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസിങ്, എംബഡഡ് സിസ്റ്റം, ഇതിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാർവേഡ് ആർക്കിടെക്ചർ ആണ്. ഓക്കെ, അപ്പം ഒരു സിംഗിൾ ലൈൻ ഡിഫറൻസ് പറയുമ്പം എന്ത് പറയാൻ പറ്റും? വോൺ ന്യൂമാൻ എന്ന് പറയുന്നത്, വോൺ ന്യൂമാനിൽ എങ്ങനെയാണ്? വൺ മെമ്മറി, വൺ ബസ് ആൻഡ് സ്ലോവർ അല്ലേ? ഹാർവേഡ് വരുമ്പം ടു ബസ്സസ്, ടു മെമ്മറീസ്, ടു ബസ്സസ് ആൻഡ് ഫാസ്റ്റർ. ഓക്കെ, ഇതാണ് ബേസിക് ഡിഫറൻസസ് വരുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് ഇനി നോക്കാനുള്ളത് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ യൂണിറ്റ്, ഇൻസ്ട്രക്ഷൻ സെറ്റിന്റെ എങ്ങനെയാണ്, ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് ഉണ്ട്. ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാനുണ്ട്, അതൊന്ന് നോക്കാം. ഓക്കെ, ഇൻസ്ട്രക്ഷൻ സൈക്കിൾസിൽ വരുമ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം വോൺ ന്യൂമാനിൽ നമ്മൾ ഇപ്പൊ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. ഇപ്പൊ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണേ. ഇൻസ്ട്രക്ഷൻ ആഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. ഒരു ഇപ്പം 05H ആഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. ഇതല്ല സിൻടാക്സ്, ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാണ്. 05H-ഉം 10H-ഉം കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ഹെക്സൈഡ് ആയിട്ടാണ് കേട്ടോ 805 നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഡെസിമലിൽ വേണമെന്നെങ്കിൽ മാറ്റിയിട്ട് കൊടുത്താൽ മതി. ഇനി ആഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കാം. എന്ത് ചെയ്യും? വോൺ ന്യൂമാനിലാണെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻസ് ആദ്യം ഫെച്ച് ചെയ്യും. പിന്നീടാണ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഡേറ്റ ഫെച്ച് ചെയ്യാൻ പോകും. അത് കഴിഞ്ഞ് അത് ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ്, ഇപ്പൊ ഇൻ കേസ് നമുക്കിവിടെ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്ന് വെച്ചോ. സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ 1, ഇൻസ്ട്രക്ഷൻ 2 എന്ന് പറയുന്നത് സബ്ട്രാക്ട് ആണെന്ന് വെച്ചോ. 12H മൈനസ് 2H സബ്ട്രാക്ട് ചെയ്യണം, സെക്കൻഡ് ഇൻസ്ട്രക്ഷനിലേക്ക് പോകത്തുള്ളൂ. മനസ്സിലായോ? സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ, ഫസ്റ്റ് ഇൻസ്ട്രക്ഷന്റെ ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേ സെക്കൻഡ് ഇൻസ്ട്രക്ഷന്റെ ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകത്തുള്ളൂ. തേർഡ് ഇൻസ്ട്രക്ഷൻസ് വരുമ്പം, തേർഡ് ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ഇത് മൂന്നും കഴിഞ്ഞിട്ട് അടുത്ത ഇൻസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ 3 സൈക്കിൾസ് വരുന്നുണ്ട്. 3 സ്റ്റെപ്പായിട്ടാണ്, ഒരു മെമ്മറി മാത്രമേ അറ്റ് എ ടൈം വോൺ ന്യൂമാനിൽ ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഈ കേസ് അല്ല എവിടെ, ഹാർവേഡ് വരുമ്പോൾ. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു, ആഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു, ഡേറ്റയും ഫെച്ച് ചെയ്തിട്ടുണ്ടാവും, അത് ഡീകോഡ് ചെയ്തു എക്സിക്യൂട്ട് ചെയ്ത് ഇതേ സാധനം നടക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇവിടെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്യുന്ന സമയത്ത് അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? അടുത്ത ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാൻ പോയിട്ടുണ്ടാവും. അടുത്ത ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് അത് ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ എക്സിക്യൂഷൻ നടക്കുമ്പോൾ സെക്കൻഡ് ഇൻസ്ട്രക്ഷന്റെ ഡീകോഡിംഗ് ആണ് നടക്കുന്നത്. മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ
സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തിട്ടുണ്ടാവും. എന്താ ടൈം കൺസ്യൂമിംഗ് ആണ്. കണ്ടോ, ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളിവിടെ ഫെച്ച് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഡീകോഡും ചെയ്ത് കഴിയുന്ന അതേ സമയത്ത് തന്നെ തേർഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പം ഈ പ്രോസസ്സിൽ എന്താ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് പാരലൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇതിനെ നമ്മൾ പൈപ്പ് ലൈനിങ് എന്ന് പറയും. ടേം ആണ് പൈപ്പ് ലൈനിങ്. ഓക്കെ, അപ്പം ബേസിക്കലി നമ്മുടെ ഹാർവേഡ് ആർക്കിടെക്ചറിൽ പൈപ്പ് ലൈനിങ് പോസിബിൾ ആണ്. വോൺ ന്യൂമാനിൽ ദർ ഇസ് നോ പൈപ്പ് ലൈനിങ്. നമുക്ക് ഇതിന്റെ ഒരു ഡേറ്റ വെച്ച് നോക്കിയാൽ നമുക്ക് പറയാം, ഫസ്റ്റ് സൈക്കിളിൽ ഫെച്ച് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ബേസിക്കലി നേരത്തെ പറഞ്ഞത് ഒന്നും കൂടെ പറയാണ്. ഫസ്റ്റ് സൈക്കിളിൽ ഫെച്ച് ചെയ്യുന്നു, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ വന്നില്ല, തേർഡ് ഇൻസ്ട്രക്ഷൻ വന്നില്ല. സെക്കൻഡ് സൈക്കിൾ വരുമ്പോൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തിട്ടുണ്ടാവും, തേർഡ് ഇൻസ്ട്രക്ഷൻ വന്നിട്ടില്ല. തേർഡ് സൈക്കിളിൽ വരുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്തു, തേർഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് കഴിഞ്ഞു. ഫോർത്ത് സൈക്കിളിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, തേർഡ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുന്നു. ഇൻ കേസ് ഇത് വോൺ ന്യൂമാൻ ആയിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീണ്ടും ഒരു സൈക്കിൾ വേണ്ടി വരും. ഇവിടെ നെക്സ്റ്റ് സൈക്കിൾ വീണ്ടും പോകേണ്ടി വരും അല്ലേ, 6, 7 എന്ന് പറഞ്ഞിട്ട് അടുത്ത സൈക്കിളിൽ മാത്രമേ ഇൻസ്ട്രക്ഷൻ 2 വർക്ക്ഔട്ട് ചെയ്യുള്ളൂ. മനസ്സിലായോ? ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം വരുന്നത്. ഇനി ടിപ്പിക്കൽ ഒരു CPU ലൈൻ സ്റ്റേജസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞത് തന്നെ ഒന്നും കൂടെ പറയാണ്. ഫെച്ച് ചെയ്യുന്നു, ഡീകോഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യുന്നു. പിന്നീട് മെമ്മറി ആക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്സസ് ചെയ്യുക, ആ മെമ്മറിയിലേക്ക് നമ്മുടെ പ്രോസസ് ചെയ്ത ഡേറ്റ സ്റ്റോർ ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് എ ബേസിക് CPU ടൈം പൈപ്പ് ലൈൻ സ്റ്റേജസ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാം. നമ്മൾ മൈക്രോ കൺട്രോളേഴ്സിന്റെ ഒരു ബേസിക് അവയർനെസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒരു ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ കൺട്രോളർ ഇവിടെ കഴിയാണ്. 8051ന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഇനി പോകുന്നത്. അപ്പം 8051 എന്ന് പറയുന്നത് ഫാമിലി ഓഫ് മൈക്രോ കൺട്രോളേഴ്സ് ഉണ്ട്. അപ്പം അതിന്റെ ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാക്കാം. ഡിവൈസസ് വരുന്നത് 8031 വരുന്നു, 8032, 51, 52, 751, 8752, 8089C51, 8089C52. ഈ 80 ഒന്നും കണ്ട് പേടിക്കണ്ട, അതിന്റെ മൈക്രോ ചിപ്പ് ഈ ഉണ്ടാക്കുന്ന ഫാബ്രിക്കേഷൻ മാനുഫാക്ചറിന്റെ പേരാണ്. 80 is Atmel and C4 അതിന്റെ ഫാബ്രിക്കേഷൻ ടെക്നിക് ആണ് CMOS. C4 CMOS, 84 Atmel. ഓക്കെ, അതുകൊണ്ട് പേടിക്കണ്ട, അതിന്റെ പേര് അങ്ങനെയാണ്. ഇനി ഇതിന്റെ ഡേറ്റ മെമ്മറി വരുന്നുണ്ട്, പ്രോഗ്രാം മെമ്മറി വരുന്നുണ്ട്. പ്രോഗ്രാം മെമ്മറി എന്ന് പറയുന്നത് റോം ആണ്, ഡേറ്റ മെമ്മറി വരുന്നത് റാം ആണ്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് 8051 ആണ്. 8051ന്റെ 128 ബൈറ്റ്സ് ആണ് റാം വരുന്നത്, 4 കിലോബൈറ്റ്സ് റോം വരുന്നുണ്ട്, 16 ബിറ്റിന്റെ 2 കൗണ്ടേഴ്സ് വരുന്നുണ്ട്, ഇന്ററപ്റ്റ്സ് 5 എണ്ണമാണ്, ഫുൾ ഡ്യൂപ്ലെക്സ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഒരെണ്ണം വരുന്നുണ്ട്. ബാക്കിയുള്ളത് കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. 128ന്റെ തന്നെയാണ് 8031 വരുന്നത്, അതിന് റോം ഇല്ല, ബാക്കി സെയിം തന്നെയാണ്. 8032 വരുമ്പം 256 ബൈറ്റ്സ് ഇരട്ടിയാണ് റാം വരുന്നത്, അതിൽ റോം ഇല്ല. 8052 വരുമ്പം 256 ആണ്, അതും ഇരട്ടിയാണ്. ആൻഡ് ഓൾസോ റോമും 8K ആണ്, ഡബിൾ ആണ്. ആൻഡ് ഓൾസോ അതിന് 3 കൗണ്ടർ വരുന്നുണ്ട്, 6 ഇന്ററപ്റ്റ് ആണ്. 8751 വരുമ്പോൾ 128 ബൈറ്റ്സ് തന്നെ EEPROM ആണ് യൂസ് ചെയ്യുന്നത്, ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. പിന്നീട് 16 ബിറ്റ് ടൈമർ വരുന്നുണ്ട് 2 എണ്ണം, ഇന്ററപ്റ്റ് 5 എണ്ണം. 8752 വരുന്നത് 256 ആണ്, 8K EEPROM ആണ്, 3 16 ബിറ്റ് ടൈമേഴ്സ് വരുന്നുണ്ട്. 8089C51 വരുന്നത് 128 ബൈറ്റ്സ് ആണ്, 4K ഫ്ലാഷ് മെമ്മറി ആൻഡ് 2 16 ബിറ്റ് ടൈമർ ആൻഡ് 5 interrupts. 8089C52 256 ബൈറ്റ്സ് വരുന്നുണ്ട്, 8K ഫ്ലാഷ് മെമ്മറി ആൻഡ് 3 16 ബിറ്റ് ടൈമേഴ്സ്. ഓക്കെ, ഇത് ജനറൽ ഒരു ഐഡിയ, നമുക്ക് പഠിക്കാനുള്ളത് മാത്രം ശ്രദ്ധിക്കുക. 8051 128 ബൈറ്റ്സ് റാം, 4 കിലോബൈറ്റ്സ് റോം, 2 16 ബിറ്റ് ടൈമേഴ്സ് ആൻഡ് 5 vector interrupts. ഓക്കെ, ഇനി നമുക്ക് 8051ന്റെ ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് പോവാം. അപ്പം 8051 ബേസിക്കലി ഞാൻ പറഞ്ഞിരുന്നു എന്തൊക്കെ ഉണ്ടാവും. ഒരു പ്രോസസർ ഉണ്ട്, ഒരു മെമ്മറി യൂണിറ്റ് ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് പെരിഫറൽസ് ഉണ്ട്. പിന്നെ പ്രോസസർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടാവും, ഒരു ക്ലോക്ക്
സിഗ്നൽ കൊടുക്കും. അതിന് വേണ്ടിയിട്ട് ഒരു ഓസിലേറ്റർ ഉണ്ടാകും. പിന്നെ വേറെ എന്തുണ്ടാവും? ഇൻട്രപ്റ്റ്സ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇൻട്രപ്റ്റ്സ് 5 ഇൻട്രപ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ ഇൻട്രപ്റ്റ് ഡീൽ ചെയ്യാൻ വേണ്ടി ഒരു സർക്യൂട്ട് ഉണ്ടാവും. പിന്നീട് എന്തുണ്ടാവും? ഒരു ടൈമർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ടൈമേഴ്സ് ഉണ്ട്, 2 ടൈമേഴ്സ് ഉണ്ട് 8051. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ബസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു യൂണിറ്റ് ഉണ്ടാവും. അങ്ങനെ ഉള്ള കുറച്ച് യൂണിറ്റ്സ് ഒക്കെ ഉള്ള ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന്. ഇത് മാത്രം ചോദിക്കും. ബ്ലോക്ക് ഡയഗ്രാം മാത്രം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. സോ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു CPU ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. CPUയിലേക്ക് ആണ് ഓസിലേറ്റർ. ദിസ് ഈസ് ദ ക്ലോക്ക് സിഗ്നൽ കൊടുക്കുന്ന ആളാണ് ഓസിലേറ്റർ. ഞങ്ങൾക്ക് സിഗ്നൽ കൊടുക്കും. നമ്മൾ ഹാർട്ട് ബീറ്റ് പോലെ, നമ്മുടെ ബോഡിയിലെ ഹാർട്ട് ബീറ്റ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേപോലെയാണ് ഓസിലേറ്റർ ക്ലോക്ക് പൾസസ് CPUവിന് കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു ബസ് കൺട്രോൾ ചെയ്യാൻ യൂണിറ്റ് ഉണ്ട്. ബസ് കൺട്രോളിംഗ് യൂണിറ്റ് നേരത്തെ ഞാൻ പറഞ്ഞു അഡ്രസ് ബസ്, ഡേറ്റാ ബസ്, ബസ് കൺട്രോൾ ബസ്. ഇത് മൂന്നിന്റെയും ബസ് കൺട്രോൾ ചെയ്യാനുള്ള കാര്യമാണ് ഇവിടെ വരിക. ഒരു സർക്യൂട്ടറി ഉണ്ടാവും ഈ ബോക്സിൽ. ഇൻപുട്ട് ഔട്ട്പുട്ട് പെരിഫറൽസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിനകത്ത് P0 and P2, P1 and P3. ഈ P0 and P2 അഡ്രസ്സും ക്യാരി ചെയ്യും, ഡേറ്റയും ക്യാരി ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ അഡ്രസ് ഡേറ്റ എന്ന് കൊടുത്തിരിക്കുന്നത്. P1 ഉം P3 യും ഡേറ്റ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതപ്പം നിങ്ങൾ കേർലി ബ്രാക്കറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. P0 ഉം P2 ആണ് അഡ്രസ്സും ഡേറ്റയും, P1 ഉം P3 ആണ് ഡേറ്റ മാത്രം ക്യാരി ചെയ്യുന്നത്. ഓക്കെ, ഡുവൽ ഫംഗ്ഷൻ ഉണ്ട് P0ക്കും P2നും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഇനി സീരിയൽ പോർട്ട്. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഉള്ള പിൻസ് ഉണ്ട്, പോർട്ട് ഉണ്ട്. ഇപ്പം സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് സിഗ്നൽ, ഇപ്പം ഏതെങ്കിലും സിഗ്നൽ ട്രാൻസ്മിഷൻ വേണ്ടിയിട്ട് വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം? 2 മൈക്രോ കൺട്രോളേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് RxD TxD എന്ന് പറയുന്ന 2 പോർട്ട് ഉൾപ്പെടെയുള്ള സീരിയൽ പോർട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ടൈമേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ടൈമർ 0യും ടൈമർ 1 ഉണ്ട്. ഇപ്പൊ ഡിലേ കൊടുക്കാൻ അല്ലെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ടൈമേഴ്സ് ആണ് യൂസ് ചെയ്യുക. പിന്നീട് നമ്മൾ നേരത്തെ മെമ്മറി യൂണിറ്റിന്റെ കാര്യം പറഞ്ഞു. ഇത് നമ്മുടെ മെമ്മറിയാണ്. 2 മെമ്മറീസ് വരുന്നുണ്ട്. റോം വരുന്നത് ദാറ്റ് ഈസ് പ്രോഗ്രാം കോഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, റാം ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇൻട്രപ്റ്റ് വരുമ്പം അത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രപ്റ്റ് കൺട്രോൾ ഉണ്ട്. 2 ഇൻട്രപ്റ്റുകൾ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റും അല്ലാതെ നമുക്ക് 3 ഇന്റേണൽ ഇൻട്രപ്റ്റും വരുന്നുണ്ട്. കൂടാതെ ഒരു റീസെറ്റും വരുന്നുണ്ട്. ഇതെല്ലാം ഡീൽ ചെയ്യുന്നത് ഒരു സർക്യൂട്ടറി ഉണ്ട്, ഇൻട്രപ്റ്റ് സർക്യൂട്ടറി എന്ന് പറയും. അത് ഡീൽ ചെയ്യുന്ന യൂണിറ്റും ഉണ്ട്. അപ്പം ബേസിക്കലി എത്ര ബോക്സസ് ആണ് വരുന്നത്? 1 2 3 4 5 6 7 8 9. 9 ബ്ലോക്സ് വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ആരോ മാർക്സ് ആണ്. സീരിയൽ പോർട്ടിനകത്ത് വരുമ്പം സീരിയൽ പോർട്ടിനകത്തുനിന്നും ടൈമർ 0 ടൈമർ 1 എല്ലാം ബൈഡയറക്ഷനിലാണ് വരിക. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സും റാമും ബൈഡയറക്ഷനിലാണ്. പക്ഷെ റോമിൽ നിന്ന് റീഡ് ഓൺലി മെമ്മറിയാണ്, റീഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, റൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യൂണി ഡയറക്ഷണൽ ആരോ ആണ്, അത് ശ്രദ്ധിക്കുക. ബസ് കൺട്രോളും നമുക്ക് പോകാൻ പറ്റും. പിന്നീട് CPU-യിലേക്ക് നമുക്ക് ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റും. ഓസിലേറ്ററിലേക്കുള്ള ആരോ മാർക്സ്, CPU ഇൻട്രപ്റ്റ് കൺട്രോൾ CPU-യിലേക്കുള്ള ആരോ മാർക്ക്, ഇൻട്രപ്റ്റ് CPU-യിലേക്കാണ് കൊടുക്കുക. പിന്നീട് റോമും ഇൻട്രപ്റ്റും ഉള്ള 3 ആരോസ് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ബേസിക് ബ്ലോക്ക് ഡയഗ്രാംസ് വരുന്നത്. ഇത് വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പം എല്ലാ എക്സാമിനും നിങ്ങളോട് ഇത് ചോദിക്കും. സോ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഇത് ആണ് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് 8051ന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് വരുമ്പം മെയിൻ ആയിട്ട് 7 ഫീച്ചേഴ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 8051 ഫാമിലി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു റോമിന്റെയും റാമിന്റെയും ഡിഫറൻസിൽ നമ്മൾ 8051 ഫാമിലി തന്നെ മൈക്രോ കൺട്രോളേഴ്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നതും ആ റോമും റാമിനെയും കുറിച്ചാണ്. ഇന്റേണൽ റോം 8051 4K ബൈറ്റ്സ് ആണ്. 4K ബൈറ്റ്സ് ആണ്. ഇന്റേണൽ റാം വരുന്നതോ 128 ബൈറ്റ്സ് ആണ്.
ആൻഡ് ടൈമേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ് രണ്ടെണ്ണം ഉണ്ട്. രണ്ടും 16 ബിറ്റിന്റെ ആണ്. ഒരെണ്ണം 16 ബിറ്റ്, മറ്റേതും 16 ബിറ്റ്. ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് വരുന്നത് 32 പിൻസ് ആണുള്ളത്. 32 പിൻസ് എന്ന് പറയുമ്പോൾ P0, P1, P2 ആൻഡ് P3 4 പോർട്ട്. P0ക്ക് തന്നെ 8 ബിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ 8 പിൻസ് ഉണ്ട്. നിങ്ങൾക്ക് സ്കീമാറ്റിക് ഡയഗ്രാം കാണുമ്പോൾ മനസ്സിലാവും. P1 വരുമ്പോഴും അതിനും 8 പിൻസ് ഉണ്ട്, P2നും 8 പിൻസ് ഉണ്ട്, P3ക്കും 8 പിൻസ് ഉണ്ട്. ടോട്ടൽ എത്ര പിൻസ് ഉണ്ടാവും? 32 പിൻസ് ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ആയിട്ട് വരിക. ഓക്കെ. പിന്നെ സീരിയൽ പോർട്ട് വരുമ്പം ഒറ്റ സീരിയൽ പോർട്ട് ഉള്ളത്. RxD TXDക്കും 2 പിൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇന്ററപ്റ്റ് സോഴ്സസ് 6 എണ്ണം. ബേസിക്കലി 5 എണ്ണമാണ് നമ്മൾ പറയുന്ന 2 ഇന്റേണലും 2 എക്സ്റ്റേണലും 3 ഇന്റേണൽ ഇന്ററപ്റ്റ്സും ഒരു റീസെറ്റുമാണ്. റീസെറ്റിന് നമ്മൾ ഇന്ററപ്റ്റ് ആയിട്ട് എടുത്താലേ ഉള്ളൂ. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് എടുക്കണം എന്നില്ല. 5 ഇന്ററപ്റ്റ് സോഴ്സസ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് ഓൾസോ കറക്റ്റ്. ഓക്കെ. ആർക്കിടെക്ചർ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഹാർവർഡ് ആർക്കിടെക്ചർ ആണ്. പൈപ്പ് ലൈനിങ് ഉണ്ട്. ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നു, ഡീകോഡ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. അതേ സമയത്ത് തന്നെ പാരലൽ ആയിട്ട് അടുത്ത ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. ഇറ്റ്സ് ഓൾസോ ഫാസ്റ്റ്. അത് മറന്നു പോകരുത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഫീച്ചേഴ്സും നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഇനി ബാക്കി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇത് ഞാൻ നിങ്ങളോട് നമ്മൾ പറഞ്ഞു ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ടാകും ഫോർ ഗിവിംഗ് ക്ലോക്ക് സിഗ്നൽസ്. പിന്നെ ഇന്ററപ്റ്റ് സോഴ്സസ് ഉണ്ട്. 2 എക്സ്റ്റേണൽ, 3 ഇന്റേണൽ, റീസെറ്റ്. അത് 5 എഴുതിയാലും 6 എഴുതിയാലും കുഴപ്പമില്ല. 6 എഴുതുവാണെങ്കിൽ ഏതൊക്കെയാണെന്ന് നിങ്ങൾ എഴുതണം. 5 ആണെങ്കിൽ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് 2 എക്സ്റ്റേണൽ 3 ഇന്റേണൽ ആണെന്നുള്ള അണ്ടർസ്റ്റുഡ് ആണ്. 6 ആണ് എഴുതുന്നതെങ്കിൽ റീസെറ്റ് എന്തായാലും എഴുതണം. ഓക്കെ. 16 ബിറ്റ് ആയിട്ടുള്ള അഡ്രസ് ബസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 16 ബിറ്റിന്റെ ആണ്. 8 ബിറ്റിന്റെ ഡേറ്റാ ബസ്സും 16 ബിറ്റിന്റെ അഡ്രസ് ബസ്സും ആണ്. പിന്നീട് നമുക്ക് എക്സ്റ്റേണൽ മെമ്മറി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു ഫെസിലിറ്റേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പം 64 കിലോ ബൈറ്റ്സിന്റെ റോമും 64 കിലോ ബൈറ്റ്സിന്റെ റാമും നിങ്ങൾക്ക് എക്സ്റ്റേണലി ഇതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ കോഡ് മെമ്മറി അല്ലെങ്കിൽ പ്രോഗ്രാം മെമ്മറി, റോമിനകത്ത് ഇരിക്കുന്ന മെമ്മറി നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോഗ്രാം കൗണ്ടർ ആണ്. ദാറ്റ് ഈസ് 16 ബിറ്റ് ആയിരിക്കും. ആൻഡ് ഓൾസോ ഡേറ്റ മെമ്മറി ആണ്. റാമിനകത്തുള്ള ഡേറ്റ ആണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ അതിന്റെ പേര് ഡേറ്റ പോയിന്റർ എന്നാണ്. അതും 16 ബിറ്റ് ആണ്. ഇപ്പൊ 2 ടേംസ് പഠിച്ചില്ലേ? പ്രോഗ്രാം കൗണ്ടറും ഡേറ്റ പോയിന്ററും. ഓക്കെ. രണ്ടും 16 ബിറ്റ് ആണെന്ന് മാത്രം ഓർത്ത് വെക്കുക. അതിനകത്ത് മെയിൻ ആയിട്ട് നിങ്ങൾ അറിയേണ്ടത് ക്ലോക്ക് സിഗ്നൽസ് കൊടുക്കാൻ വേണ്ടി ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ട്. ക്വാർട്സിന്റെ ക്രിസ്റ്റലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്വാർട്സ് ക്രിസ്റ്റൽ ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ 6 ഇന്ററപ്റ്റ് സോഴ്സസ് വരുന്നുണ്ട്. 2 എക്സ്റ്റേണൽ, 3 ഇന്റേണൽ, പിന്നെ ഒരു റീസെറ്റ് വരുന്നുണ്ട്. പിന്നീട് 16 ബിറ്റിന്റെ അഡ്രസ് ബസ് ആണ്. 64 കിലോ ബൈറ്റ്സ് എക്സ്റ്റേണൽ റാം വരുന്നുണ്ട്. റോമും 64 കിലോ ബൈറ്റ്സിന്റെ തന്നെ വരുന്നുണ്ട്. പിന്നീട് കോഡ് മെമ്മറി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 16 ബിറ്റ് പ്രോഗ്രാം കൗണ്ടർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡേറ്റ മെമ്മറി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് 16 ബിറ്റിന്റെ ഒരു ഡേറ്റ പോയിന്ററും വരുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് സ്കീമാറ്റിക് ഡയഗ്രാം പറയാം. സ്കീമാറ്റിക് ഡയഗ്രാം ആണ് നമ്മുടെ ലാസ്റ്റ് പോർഷൻ ഈ പാർട്ടിന്റെ വരുന്നത്. ഈ സെക്ഷന്റെ ലാസ്റ്റ് പാർട്ടായിട്ട് ഞാൻ പോർഷനായിട്ട് പറയാൻ പോകുന്നത് സ്കീമാറ്റിക് ഡയഗ്രാം ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ. 8051 മൊത്തത്തിലുള്ളത് 40 പിൻസ് ആണ്. 8051 മൊത്തത്തിലുള്ളത്. ഓക്കെ. വി ക്യാൻ സീ ഹിയർ. ഈ ഡയഗ്രാമിൽ നമുക്കത് കാണാൻ കഴിയും. ആൻഡ് ഓൾസോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 40th പിൻ ആയിട്ടുള്ള VCC ആണ്. സോ ഹിയർ ഇതാണ് VCC വരുന്നത്. VCC എന്ന് പറയുന്നത് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് 20th പിൻ ആയിട്ട് ഗ്രൗണ്ടും കാണാൻ കഴിയും. ഗ്രൗണ്ടും നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ. ഇനി വരുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു P0, P1, P2 ആൻഡ് P3 എന്ന് പറഞ്ഞ 4 ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഓരോന്നിനും 8 പിൻസ് ഉണ്ട്. P0ക്ക് 8 പിൻസ് ഉണ്ട്, P1-നുണ്ട് 8 പിൻസ്, P3ക്കും 8 പിൻസ് ഉണ്ട്. ഇതിനകത്ത് P0ക്കും P2-നും ഡുവൽ ഫംഗ്ഷൻ ഉള്ളത് അഡ്രസ്സും അല്ലെങ്കിൽ ഡേറ്റ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്യാരി ചെയ്യാനുള്ള കേപ്പബിലിറ്റി P0ക്കും P2-നും ഉണ്ട്. ആൻഡ് P1-നകത്ത് ഡേറ്റ മാത്രമേ ക്യാരി ചെയ്യാൻ പറ്റൂ. P3ക്കും അഡീഷണൽ ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ P3 പഠിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. അങ്ങനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഏതൊക്കെ പിൻസ് കാണാൻ പറ്റും?
P0 നിങ്ങൾക്ക് കാണാൻ കഴിയും. P0 വരുന്നത് എവിടെ തൊട്ട് എവിടം വരെയാ? P0 വരുന്നത് 32 മുതൽ 38 വരെയുള്ള പിൻസ് P0 ആണ്. ഇത് P0 വരും. P1 എന്ന് പറയുന്നത് 1 മുതൽ 8 വരെയുള്ള പിൻസ് P1 ആണ്. ഇവിടെ നോക്കിയേ, ഇതിന് രണ്ടിനും രണ്ട് ഡിഫറൻസ് ഉണ്ട്. P0ക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും AD0, AD1, AD2, AD3, AD4, AD5, AD6 and AD7 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. എന്താ അത് അങ്ങനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്? P1നെ ഡിനോട്ട് ചെയ്തിട്ടില്ല. അതിന്റെ എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് P0 ഹാസ് എ ഡുവൽ ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞു നേരത്തെ, അഡ്രസ്സും ഡേറ്റയും ക്യാരി ചെയ്യാൻ P0ക്ക് പറ്റും. പക്ഷെ P1 ഡേറ്റ മാത്രമേ ക്യാരി ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിനോട്ടേഷൻ നമുക്ക് P1ൽ കാണാൻ പറ്റത്തില്ല. പക്ഷെ P0യിൽ ഡേറ്റയും അഡ്രസ്സും മൾട്ടിപ്ലക്സ് ചെയ്ത്, നമ്മളിങ്ങനെ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറഞ്ഞ ടേമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മൾട്ടിപ്ലക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. എവിടെ? P0യിൽ. P1 വരുമ്പം 1 മുതൽ 8 വരെയുള്ള പിൻസ് ആണ് P1ൽ. ആൻഡ് P2 വരുന്നത് 21 മുതൽ 28 വരെ ഉള്ളതാണ് P2 വരിക. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും, ഇതിനകത്തും A15, A14, A13, A12, A11, A10, A9 and A8 എന്ന് പറഞ്ഞ് വീണ്ടും പിൻസ് ഉണ്ട്. അതെന്താ? അതും അഡ്രസ് ക്യാരി ചെയ്യാൻ പറ്റുന്ന പോർട്ടാണ് P2ഉം. നമ്മൾ പറഞ്ഞു P0യും P2 ആണ് അങ്ങനെ ഡുവൽ ഫംഗ്ഷൻ ഉള്ളത്. അപ്പം ഈ P0യും P2 നമ്മൾ എന്താ ഡിഫറൻസ്? P0നകത്ത് അഡ്രസ് മൊത്തം 16 ബിറ്റ് അഡ്രസ് ബസ് ആണ്. നമ്മൾ നേരത്തെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? നമ്മൾ അഡ്രസ് ബസ് പറഞ്ഞപ്പം 16 ബിറ്റ് അഡ്രസ് ബസ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഈ 16 ബിറ്റിനകത്ത് ഫസ്റ്റ് ലോവർ 8 ബിറ്റ് ക്യാരി ചെയ്യുന്നത് P0യും, ലോവർ ബിറ്റ് ക്യാരി ചെയ്യുന്നത് P0യും, ലോവർ 8 ബിറ്റ്സ് ക്യാരി ചെയ്യുന്നത് P0യും, ഹയർ 8 ബിറ്റ്സ് ക്യാരി ചെയ്യുന്നത് P2 ആണ്. ഓക്കെ, അങ്ങനെ രണ്ട് അതാണ് അവർ തമ്മിലുള്ള ഡിഫറൻസിയേഷൻ. ഇനി P3 വരുമ്പം P3 വരുന്ന പിൻസ് ഏതൊക്കെയാ? 10 മുതൽ 17 വരെയുള്ള പിൻസ് ആണ് P3 വരുന്നത്. ഓക്കെ, P3ക്കകത്ത് നമുക്ക് കാണാൻ പറ്റും അതിനൊരു അഡീഷണൽ ഫംഗ്ഷൻ ഉണ്ട്. അതിന്റെ ബ്രാക്കറ്റിൽ കുറച്ച് ടേംസ് എഴുതിക്കുന്നത് കാണാം. എന്താണത്? RxD, TXD. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സീരിയൽ കമ്മ്യൂണിക്കേഷന് RxD പിന്നുണ്ട്, TXD പിന്നുണ്ട്. അത് P3.0ലും P3.1ലും മൾട്ടിപ്ലക്സ് ചെയ്തിരിക്കാം. അതിനും ഡുവൽ ഫംഗ്ഷൻ വരുന്നു. P3.2ലും 3ലും എക്സ്റ്റേണൽ ഇന്ററപ്റ്റ്സ് ആയ INT0, INT1 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. രണ്ടും ഇടയ്ക്ക് ഒരു ബാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. നെഗേറ്റീവ് സിഗ്നൽ ആയിട്ട് നമ്മൾ കൊടുക്കാം. ഓക്കെ, P3.0ലും P3.4ലും P3.5ലും T0, T1 കാണാൻ പറ്റും. P3.6ഉം P3.7ലും റൈറ്റും റീഡിനും ഉള്ള നെഗറ്റീവ് സിഗ്നൽസും കൊടുക്കാൻ പറ്റും. ഇത്രയാണ് P1, P2, P0, P1, P2, P3 വരിക ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് രണ്ട് പിൻസ് എക്സ്റ്റേണലി ക്ലോക്ക് കൊടുക്കാൻ പറ്റും. ക്ലോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണലി ക്ലോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പിൻസ് ആണ് എന്തെന്ന് പറയുന്നത് 18ഉം 19ഉം വരുന്നത് XTAL1ഉം XTAL2ഉം. ഓക്കെ, ഇനി ഇതിനകത്ത് അഡീഷണൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പിൻസ് ആണ് 31, 30, 29. ഇതിനകത്ത് ഇത് മൂന്നും എക്സ്റ്റേണൽ ആയിട്ട് മെമ്മറി കൊടുക്കുമ്പോൾ അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? എനേബിൾ നെഗേറ്റ് ചെയ്തതാണ്. ALE എന്ന് പറയുന്നത് അഡ്രസ് ലാച്ച് എനേബിൾ, PSE എന്ന് പറയുന്ന പ്രോഗ്രാം സ്റ്റോർ എനേബിൾ. ഇങ്ങനെ 3 പിൻസ് ഉണ്ടെന്ന് അറിയാം. എക്സ്റ്റേണൽ മെമ്മറി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ അത് പഠിക്കും. 31, 30, 29 എന്ന് പറയുന്ന എക്സ്റ്റേണൽ മെമ്മറി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഏതൊക്കെയാ? എനേബിൾ, ALE ആൻഡ് PSE. അതും നെഗേറ്റ് ചെയ്തതാണ്. പിന്നെ നമുക്ക് റീസെറ്റ് കാണാൻ പറ്റും. 9th പിന്ന് റീസെറ്റ് ആണ്. എക്സ്റ്റേണൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റീസെറ്റ് പിന്നും ഉണ്ട്. അപ്പം ഒന്നും കൂടെ പറയാം, മൊത്തത്തിൽ സ്കീമാറ്റിക് ഒന്നും കൂടെ പറയാം. മൊത്തത്തിൽ എത്ര പിൻസ് ഉണ്ട്? 40 പിൻസ് ഉണ്ട്. 40 പിൻസിൽ VCC വരുന്നുണ്ട്, ഗ്രൗണ്ട് വരുന്നുണ്ട്, 5 വോൾട്ട് സപ്ലൈ ആട്ടോ, പവർ സപ്ലൈ നമ്മൾ കൊടുക്കുക, ഗ്രൗണ്ട് വരുന്നുണ്ട്, 4 ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് വരുന്നുണ്ട്, 4 ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് വരുന്നുണ്ട്. P0, P1, P2 and P3. Each port has 8 pins.
പിന്നെ P0ക്കും P2നും എന്തുണ്ട്, ഡുവൽ ഫംഗ്ഷൻ ഉണ്ട്. P3ക്ക് അഡീഷണൽ ഫംഗ്ഷൻ ഉണ്ട്. ഏതൊക്കെയാ, സീരിയൽ കമ്മ്യൂണിക്കേഷന്റെ വരുന്നുണ്ട്, ഇന്ററപ്റ്റ് കൺട്രോളിന്റെ വരുന്നുണ്ട്, പിന്നീട് ടൈമേഴ്സ് വരുന്നുണ്ട് അല്ലെ, റീഡ് ആൻഡ് റൈറ്റ് വരുന്നുണ്ട്. പിന്നെ എക്സ്റ്റേണലി നമുക്ക് ക്ലോക്ക് കൊടുക്കാൻ പറ്റും, അതിന് 2 പിൻസും വേറെ വരുന്നുണ്ട്. റീസെറ്റ് എക്സ്റ്റേണലി കൊടുക്കാൻ പറ്റും. എക്സ്റ്റേണൽ മെമ്മറി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്റ്റേണൽ മെമ്മറി ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും 3 സിഗ്നൽസ് വരുന്നുണ്ട്, 3 പിൻസ് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് സ്കീമാറ്റിക് ഡയഗ്രാം വരും. അപ്പം ഇതോടെ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിന്റെ ഫസ്റ്റ് പാർട്ടായിട്ട് ലാസ്റ്റ് പോർഷൻ കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെയാ ഈ സെക്ഷനിൽ പഠിച്ചത്? നമ്മൾ ഈ സെക്ഷനിൽ ജനറൽ ആർക്കിടെക്ചർ ഓഫ് മൈക്രോ കൺട്രോളർ പഠിച്ചു, സിസ്റ്റം ബസ്സിന്റെ ഡിഫറൻസിയേഷൻ പഠിച്ചു, 3 ക്ലാസിഫിക്കേഷൻ പഠിച്ചു. പിന്നെ നമ്മൾ മെമ്മറീസ് 2 ഉള്ള കാര്യം പറഞ്ഞു, റോം നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ 2 ടൈപ്സ് പറഞ്ഞു, വോൺ ന്യൂമാനും ഹാർവേഡ് ആർക്കിടെക്ചറും നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ 8051ന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, ബ്ലോക്ക് ഡയഗ്രാം പറഞ്ഞു, സ്കീമാറ്റിക് ഡയഗ്രാം പറഞ്ഞു. ഓക്കെ, അപ്പം ബേസിക്കലി ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായി കാണും 8051നെ കുറിച്ച്. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്. ഓക്കെ, അടുത്ത പാർട്ടിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് 8051നുള്ള മെമ്മറി ഓർഗനൈസേഷൻ ആണ്. റാമും റോമും, ഇന്റേണൽ റാം എങ്ങനെയാണ്, ഇന്റേണൽ റോം എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് നോക്കും. പിന്നെ രജിസ്റ്റർ ബാങ്ക് എന്താണ്, സ്റ്റാക്ക് എന്താണ്, പ്രോഗ്രാം സ്റ്റാറ്റസ്, വേർഡ്, അക്യുമുലേറ്റർ, പ്രോഗ്രാം കൗണ്ടർ, ഇതൊക്കെ പഠിക്കും. ഓക്കെ, പിന്നെ തേർഡ് പാർട്ടിലായിരിക്കും സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് പറയാം. സോ ഐ ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് പാർട്ട്. സോ ബൈ.